നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി റഷ്യയുമായി നടത്തുന്ന യുദ്ധത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വ്യക്തമായ തിരിച്ചറിവിലാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അതുകൊണ്ട് തന്നെ പരമാവധി ഇപ്പോൾ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്കുള്ള നീക്കത്തിലാണ് സെലൻസ്കി എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പുടിനുമായി ട്രംപിന് മികച്ച ബന്ധമാണ് ഉള്ളതെന്നും ഇത് ട്രംപ് വൈറ്റ് ഹൗസിലെത്തുന്നതോടെ സ്ഥിതിഗതികൾ പുടിന് അനുകൂലമായി മാറും എന്നും സെലൻസ്കിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയൊരു വ്യവസ്ഥയുമായി ഇപ്പോൾ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിൽ യുക്രൈനെയും ചേർത്താൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. നാറ്റോയിൽ യുക്രൈനെ ചേർത്താൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകാമെന്നും സെലൻസ്കി പറയുന്നു. ഇക്കാര്യം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. യുക്രൈനിൽ നിന്ന് കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തതിൻ്റെ 6 ഇരട്ടി പ്രദേശങ്ങളാണ് റഷ്യ ഈ വർഷം മാത്രം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരക്കണക്കിന് സൈനികരെയാണ് ഇപ്പോൾ യുക്രൈന് നിയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. യുക്രൈൻ കൈവശമുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് തന്നെ 2000-ഓളം പേർക്കാണ് പരിക്കേറ്റത്. നാറ്റോ സഖ്യത്തിലെ പ്രമുഖർ പലരും യുക്രൈനും നാറ്റോയിൽ അംഗമാകുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണയായിട്ടില്ല എന്നാണ് കരുതപ്പെടുന്നത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടും കഴിഞ്ഞ മാസം ഇക്കാര്യത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു. നാറ്റോ സഖ്യത്തിൽ അംഗമായാൽ റഷ്യ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന കാര്യം തനിക്ക് കൂടുതൽ എളുപ്പമാകുമെന്ന് സെലൻസ്കി പലവട്ടം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. സെലൻസ്കി ഇക്കാര്യം യുക്രൈൻ പാർലമെൻറ്റിലും വെളിപ്പെടുത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ട് പിന്നാലെ സെലൻസ്കി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതേസമയം റഷ്യ ഇപ്പോൾ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ വിട്ടുനൽകാൻ യുക്രൈൻ സമ്മതിച്ചാൽ മാത്രമേ ഒത്തുതീർപ്പിന് തയ്യാറാകൂ എന്നാണ് പുടിൻ്റെ നിലപാട്. കൂടാതെ യുക്രൈൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെ ലഭിച്ച മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് പുടിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. യുക്രൈനോട് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പുടിന് കടുത്ത പ്രതിഷേധമാണ് ഉള്ളത് എന്നറിയാം. ബ്രിട്ടൻ നിർമ്മിച്ച ദീർഘദൂര മിസൈലുകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത്. ഉത്തര കൊറിയയിൽ നിന്ന് അവർക്ക് ലഭിച്ച ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന വലിയ ഒരു സംഭരണശാലയ്ക്ക് നേർക്കാണ് ഈ ആക്രമണം നടന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ റഷ്യയിൽ നിരവധി പേർക്ക് ഈ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പുടിനെ വല്ലാതെ പ്രകോപിതനാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസം പകുതിക്ക് ശേഷം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതോടുകൂടി തനിക്ക് വ്യക്തിപരമായി കൂടുതൽ ബന്ധമുള്ള ട്രംപുമായി ഒത്തുചേർന്നതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണെങ്കിൽ നാളെ പുടിൻ തന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതി വരികയും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സെലൻസ്കിക്ക് നീങ്ങേണ്ടി വന്നത്. താൻ ഒത്തുതീർപ്പിന് തയ്യാറാണ്, റഷ്യ പിടിച്ചെടുത്ത ഭൂമി വേണമെങ്കിൽ വിട്ടുകൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ന്യായവാദങ്ങളും ഇപ്പോൾ മുന്നിൽ വയ്ക്കുകയാണ്. നാറ്റോയിൽ അംഗത്വം മാത്രം മതി, നാറ്റോയിൽ അംഗമാകുന്നതോടുകൂടി മറ്റു രാജ്യങ്ങളുടെയും കൂടി സംരക്ഷണം തനിക്ക് ലഭിക്കും എന്ന ആ ഒരു ആത്മവിശ്വാസമാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്താൻ ഒരുപക്ഷെ സെലൻസ്കിയെ പ്രേരിപ്പിക്കുക.